അസുരംകുണ്ട് വനത്തിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കണ്ണിൽപ്പെടുന്ന അത്ഭുതകരമായ കാഴ്ചകളിലൊന്നാണ് മണ്ണിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഭീമൻ ചിതൽപുറ്റുകൾ. വ്യത്യസ്തമായ ആകൃതിയിലും വലിപ്പത്തിലും കാണപ്പെടുന്ന ഈ പുറ്റുകൾ പ്രകൃതിയുടെ അതിശയിപ്പിക്കുന്ന കരവിരുതിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. എന്നാൽ ഈ പുറ്റുകൾക്ക് പിന്നിലെ രഹസ്യങ്ങൾ പലപ്പോഴും നമുക്കറിയില്ലെന്നതാണ് വാസ്തവം. ഓരോ ചിതൽപുറ്റും ഒരു സമ്പൂർണ്ണ സാമ്രാജ്യമാണ്. ഒരു രാജ്ഞിയുടെ നേതൃത്വത്തിൽ പടയാളികളും വേലക്കാരും എന്നിങ്ങനെ വ്യത്യസ്ത പദവിയിലുള്ള അംഗങ്ങളാണ് ഈ സാമ്രാജ്യത്തിലുള്ളത്. രാജ്ഞിയാണ് കോളനിയുടെ ഹൃദയം. അവളുടെ ജോലി പ്രധാനമായും മുട്ടയിടലാണ്. ഒരു ദിവസം 40,000-ലധികം മുട്ടകളിടാൻ രാജ്ഞിക്ക് കഴിയുമത്രേ. വേലക്കാർ രാജ്ഞിയെ പരിപാലിക്കുകയും ഭക്ഷണം കൊണ്ടുവരികയും മാളങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. അസുരംകുണ്ട് വനത്തിലെ ചിതൽപുറ്റുകൾക്ക് മറ്റ് സ്ഥലങ്ങളിലെ പുറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ നിരവധി സവിശേഷതകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ പുറ്റുകൾക്ക് വലിയ വലിപ്പവും സങ്കീർണമായ ഘടനയുമാണുള്ളത്. ചില പുറ്റുകൾക്ക് 6 അടിയോളം ഉയരമുണ്ടാകും. ഈ പുറ്റുകളുടെ നിർമ്മാണത്തിൽ ചിതലുകൾ, മണ്ണ്, ചെടികളുടെ അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. മരങ്ങളുടെയും സസ്യങ്ങളുടെയും അഴുകിയ ഭാഗങ്ങൾ ഭക്ഷിച്ചു തീർക്കുകയും അവയെ മണ്ണിലേക്ക് ചേർക്കുകയുമാണ് ചിതലുകൾ ചെയ്യുന്നത്. ഇത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുകയും പുതിയ സസ്യങ്ങൾ വളരുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ചിതലുകൾ മണ്ണിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ മണ്ണിൽ വായുസഞ്ചാരം സുഗമമാകുകയും വെള്ളം താഴേക്ക് ആഴ്ന്നിറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അസുരംകുണ്ട് വനത്തിലെ ചിതൽപുറ്റുകൾ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ആതിഥേയത്വം വഹിക്കുക കൂടി ചെയ്യുന്നുണ്ട്. പലതരം പ്രാണികൾ, പക്ഷികൾ, പാമ്പുകൾ എന്നിവ ഈ പുറ്റുകളെ തങ്ങളുടെ ആവാസ സ്ഥലമായി തിരഞ്ഞെടുക്കുന്നുമുണ്ട്. ചില പക്ഷികൾ ഈ പുറ്റുകളിൽ തങ്ങളുടെ കൂടുകൾ പോലും കിട്ടുന്നുണ്ട്. ചിലതരം പാമ്പുകളാകട്ടെ ഈ പുറ്റുകളിൽ അന്തരീക്ഷത്തിലെ കൂടിയ തണുപ്പും ചൂട് ഒഴിവാക്കാൻ വേണ്ടി വസിക്കുന്നതായും പറയപ്പെടുന്നു. ചിതൽപുറ്റുകൾ പരിസ്ഥിതി സന്തുലനത്തിന് അനിവാര്യമായ ഘടകം കൂടിയാണ്. എന്നാൽ വനനശീകരണം, കീടനാശിനി ഉപയോഗം എന്നിവ ചിതൽക്കൂട്ടങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അസുരംകുണ്ട് വനത്തിലെ ചിതൽപുറ്റുകളെ സംരക്ഷിക്കുന്നത് വനത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ആനയും മറ്റും വിഹരിക്കുന്ന മച്ചാട് റേഞ്ചിന് കീഴിലുള്ള ചേലക്കര അസുരംകുണ്ട് സംരക്ഷിത വനമേഖലയിലെ ചിതൽപുറ്റുകൾ നമ്മുടെ പരിസ്ഥിതിയുടെ അമൂല്യ ഘടകങ്ങളിൽ ഒന്നാണ്. ഈ പുറ്റുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വനം വകുപ്പും ഗവേഷകരും പരിസ്ഥിതി പ്രവർത്തകരും മറ്റും ചേർന്ന് അസുരംകുണ്ട് വനത്തിലെ ചിതൽപുറ്റുകളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുകയും അവയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്നത് ഏറെ സന്തോഷകരമാണ്.